ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മനു മൂവീസ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2001 പുറത്തിറങ്ങിയ ദ ആനിമൽ എന്ന സിനിമയാണ്. ഇതൊരു കോമഡി സയൻസ് ഫിക്ഷൻ സിനിമയാണ്. ഈ സിനിമയുടെ വൺ ലൈൻ സ്റ്റോറി എന്തെന്നാൽ, ഒരു മനുഷ്യന് മൃഗങ്ങളുടെ ആന്തരികാവയവങ്ങൾ വെച്ചാൽ എന്തൊക്കെ സംഭവിക്കും എന്ന് സംവിധായകൻ ഒരു ഫാന്റസി രൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന സിനിമയാണ്. ഇത് ആകെ 1.5 മണിക്കൂറിൽ താഴെ മാത്രമുള്ള ഈ സിനിമ ക്ലൈമാക്സിൽ ഒരു കുഞ്ഞു ട്വിസ്റ്റൊക്കെ തന്ന് നിങ്ങളെ ഒരിക്കലും നിരാശരാക്കുകയില്ല. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. സിനിമ തുടങ്ങുന്നത് നമ്മുടെ ഈ സിനിമയിലെ നായകനായ മാർവിനെ കാണിച്ചുകൊണ്ടാണ്. നമ്മുടെ നായകൻ മാർവിൻ ആണെങ്കിൽ മൃഗങ്ങളുടെ ഫോട്ടോ കാണുന്നത് പേടിയായിരുന്നു. അപ്പോഴാണ് ടിവിയിൽ ഒരു ന്യൂസ് കാണിക്കുന്നത്. ന്യൂസ് എന്തെന്നാൽ, ഒരു പെൺകുട്ടി 1 വർഷമായി മരത്തിൽ തന്നെ താമസിച്ച് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കി. ആ പെൺകുട്ടിയാണെങ്കിൽ തന്റെ മരത്തിലെ താമസം അവസാനിപ്പിച്ചിരുന്നു. ഈ മരത്തിലെ കുട്ടിയാണ് നമ്മുടെ ഈ സിനിമയിലെ നായിക റിയന. അവൾ 1 വർഷമായി മരത്തിൽ തന്നെ താമസിച്ചത് കാട്ടിലെ മരങ്ങൾ വെട്ടുന്നതിനെതിരെ ഒരു സമരം എന്നോണമായിരുന്നു. നമ്മുടെ നായകൻ മാർവിന് ജീവിതത്തിൽ ഒരേ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, അവന്റെ അച്ഛനെ പോലെ തന്നെ നല്ല ഒരു പോലീസുകാരൻ ആവുക എന്നത്. അതിനുള്ള കഠിന പ്രയത്നത്തിലായിരുന്നു അവൻ. അങ്ങനെ രാവിലെ ഉണർന്നയുടൻ തന്നെ തന്റെ അര ട്രൗസറും ഇട്ട് മാർവിൻ ജോഗിങ്ങിനിറങ്ങി. അപ്പോഴാണ് അടുത്ത വീട്ടിലെ ഒരു പട്ടി വന്ന് മാർവിനെ തലങ്ങും വിലങ്ങും കടിക്കാൻ തുടങ്ങിയത്. മാർവിന്റെ കരച്ചിൽ കേട്ട് ആ പട്ടിയുടെ ഓണറമ്മായി വന്ന് പട്ടിയെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. അങ്ങനെ നമ്മുടെ നായകൻ മാർവിൻ വീണ്ടും തന്റെ ജോഗിംഗ് ആരംഭിച്ചു. ഇപ്പോൾ ജനിച്ചു വീണ ഒരു കുഞ്ഞ് എഴുന്നേറ്റോടിയാൽ വരെ മാർവിനെ തോൽപ്പിക്കാൻ സാധിക്കും. അത്രയ്ക്ക് സ്പീഡിലാണ് മാർവിൻ ഓടിയത്. മാർവിൻ രാവിലെ തന്നെ ഇത്രയും കഷ്ടപ്പെട്ട് ജോഗിങ്ങിനൊക്കെ പോയത് ഇന്ന് പോലീസ് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ നായകന്റെ 4ാമത്തെ ഫിസിക്കൽ ടെസ്റ്റ് ആയിരുന്നു അത്. മാർവിന്റെ കൂടെ പോലീസ് ടെസ്റ്റിന് കൂട്ടിനായി 2 കൂട്ടുകാരന്മാരും എത്തിയിട്ടുണ്ടായിരുന്നു. അതിലൊരാൾ ഒരു കറുത്ത വർഗക്കാരനായിരുന്നു. അവന്റെ പേര് മൈൽസ് എന്നാണ്. 2ാമത്തെ കൂട്ടുകാരൻ പോലീസുകാരൻ തന്നെയാണ്. അവന്റെ പേര് ഫാറ്റി എന്നാണ്. അവിടെ ടെസ്റ്റിന് വന്നവരും പോലീസുകാരും എന്തിന് കാണാൻ വന്നവർ വരെ മാർവിനെ കളിയാക്കുന്നുണ്ടായിരുന്നു. എന്നാൽ കൂട്ടുകാർ 2 പേരും മാർവിന് നല്ല കട്ട സപ്പോർട്ടാണ്. അവർ പറഞ്ഞു, നിന്നെ കൊണ്ട് സാധിക്കും, നീ ധൈര്യമായി പോയി ജയിച്ചു വരൂ. അങ്ങനെ ടെസ്റ്റ് ആരംഭിച്ചു. അതൊരു തടസ്സയോട്ടം ആയിരുന്നു. തടസ്സയോട്ടം എന്താണെന്ന് വെച്ചാൽ ഓട്ടമത്സരം തന്നെ. ആ ഓട്ടമത്സരത്തിൽ ഒത്തിരി തടസ്സങ്ങൾ ഉണ്ടാവും, അതായത് പ്രോബ്ലംസ്. അതെല്ലാം സോൾവ് ചെയ്ത് ഫിനിഷിംഗ് പോയിന്റിൽ എത്തണം. എന്നാൽ എല്ലാ തവണത്തെയും പോലെ തന്നെ ഇത്തവണയും നമ്മുടെ മാർവിന് ഫിസിക്കൽ ടെസ്റ്റ് പാസ്സാകാൻ സാധിച്ചില്ല. അങ്ങനെ പോലീസ് ടെസ്റ്റിൽ തോറ്റ മാർവിൻ തന്റെ കൂട്ടുകാരായ മൈൽസിനെയും ഫാറ്റിനെയും കൂട്ടി ഒരു ബാറിലിരുന്ന് വെള്ളമടിക്കുകയായിരുന്നു. അങ്ങനെ കുറച്ചു നേരം വെള്ളമടിയെല്ലാം കഴിഞ്ഞപ്പോൾ മാർവിൻ, ഞാൻ ടോയ്ലറ്റിൽ പോയിട്ട് വരാം എന്നും പറഞ്ഞ് ടോയ്ലറ്റിലേക്ക് പോയി. മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ടോയ്ലറ്റിനകത്തേക്ക് ഒരു പെൺകുട്ടി വന്നത്. അത് നമ്മുടെ ഈ സിനിമയിലെ നായിക റിയന ആയിരുന്നു. അങ്ങനെ ആ ടോയ്ലറ്റിൽ വെച്ച് അവർ 2 പേരും പരിചയപ്പെടുന്നു. അതിനുശേഷം മാർവിൻ തന്റെ വീട്ടിലിരുന്ന് TV കാണുന്നതായി കാണിക്കുന്നു. അപ്പോഴാണ് ടിവിയിൽ ഒരു പരസ്യം കാണിക്കുന്നത്. അത് നമ്മുടെ ഇവിടെയുള്ള നാപ്റ്റോളിലെ പരസ്യം പോലെയുള്ള ഒരു പരസ്യം ആയിരുന്നു. പക്ഷേ ആ പരസ്യം ഒരു പാലിന്റെ ആയിരുന്നു. ഇതൊരു സാധാരണ പാൽ അല്ലെന്നും ഇത് വാങ്ങി കുടിച്ചാൽ നിങ്ങൾ ജിമ്മിലൊന്നും പോകേണ്ട ആവശ്യമില്ല, ഇത് കുടിച്ചാൽ നിങ്ങളുടെ എനർജി ലെവൽ പല മടങ്ങ് വർദ്ധിക്കും, ഇത് കുടിച്ചിട്ട് നിങ്ങൾക്ക് മാറ്റമൊന്നും ഉണ്ടായില്ല എങ്കിൽ നിങ്ങളുടെ പൈസ തിരികെ നൽകുന്നതാണ് എന്നായിരുന്നു പരസ്യം. നമ്മുടെ മാർവിനാണെങ്കിൽ പോലീസ് ടെസ്റ്റിൽ ജയിക്കുന്നതിനായി ഇതുപോലുള്ള ധാരാളം സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ആ പാലിന്റെ പവർ കണ്ടിട്ടാണോ അതോ പരസ്യത്തിലെ മോഡലിനെ കണ്ടിട്ടാണോ എന്നറിയില്ല, മാർവിനും ആ പാല് ഓർഡർ ചെയ്തു. അങ്ങനെ അടുത്ത സീനിൽ നമ്മുടെ നായകൻ മാർവിൻ ജോലി ചെയ്യുന്നതായി കാണിക്കുന്നു. മാർവിൻ ഒരു പോലീസുകാരനല്ലെങ്കിലും പോലീസ് ക്യാമ്പിൽ തന്നെയാണ് ജോലി ചെയ്തിരുന്നത്. ആ സമയം മാർവിന്റെ പോലീസ് കൂട്ടുകാരനായ ഫാറ്റി വന്ന് മാർവിനോട്, ഞങ്ങൾ എല്ലാവരും കളിക്കാൻ പോവുകയാണ്, ഞങ്ങൾ വരുന്നത് വരെ സ്റ്റേഷൻ നോക്കിക്കോണേ എന്നും പറഞ്ഞ് അവിടെ നിന്നും പോയി. അങ്ങനെ അവരെല്ലാവരും കളിക്കാൻ പോയി കഴിഞ്ഞപ്പോൾ സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വന്നു. അതൊരു സ്വർണ്ണക്കടയിൽ മോഷണം നടന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള കോൾ ആയിരുന്നു. അങ്ങനെ കോൾ കട്ട് ചെയ്ത മാർവിൻ വയർലെസ് കമ്മ്യൂണിക്കേഷൻ വഴി
പോലീസുകാരുമായി ബന്ധപ്പെടാൻ നോക്കിയെങ്കിലും അവരെല്ലാം കളിക്കാൻ പോയതിനാൽ അതിന് സാധിച്ചില്ല. അതിനാൽ മാർവിൻ ആ സ്വർണ്ണക്കടക്കാരനോട്, സാർ, ഞങ്ങൾ വരാൻ കുറച്ചു വൈകിയാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ സ്വർണ്ണക്കടക്കാരൻ, നിങ്ങൾ വരാൻ വൈകുന്തോറും എന്റെ ജീവൻ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നമ്മുടെ നായകന്റെ ഉള്ളിലെ പോലീസുകാരൻ ഉണർന്നു. ഞാനിതാ എത്തി എന്നും പറഞ്ഞ് മാർവിൻ ഒറ്റയ്ക്ക് വണ്ടിയെടുത്ത് ക്രൈം സീനിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ മാർവിൻ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് മാർവിന്റെ വണ്ടിയുടെ മുമ്പിൽ ഒരു സീൽ വന്നു പെട്ടത്. അതിനെ ഇടിക്കാതിരിക്കാനായി മാർവിൻ വണ്ടി ചെറുതായി ഒന്ന് വെട്ടിച്ചു. എന്നാൽ കാറ് സ്കിഡായി കൊക്കയിലേക്ക് മറിഞ്ഞു. കാർ മറിയുന്നത് ഒരു കോമഡി ആയിട്ടാണ് കാണിക്കുന്നതെങ്കിലും നമ്മുടെ ഇൻഡസ്ട്രിയിൽ അങ്ങനെയൊരു കാർ ആക്സിഡന്റ് ഇതുവരെ കാണിച്ചിട്ടില്ല. അത്രയ്ക്ക് ഒറിജിനാലിറ്റി ആയിരുന്നു ആ ആക്സിഡന്റ് കാണാൻ. അങ്ങനെ കാർ മറിഞ്ഞ് ഒരു മരത്തിൽ വന്ന് ഇടിച്ചു നിന്നു. കാർ വന്ന് ഇടിച്ച ശക്തിയിൽ ആ മരം വരെ മറിഞ്ഞു വീണു. ഇത്രയും നടന്നിട്ടും തനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ എന്നോർത്തിരിക്കുമ്പോഴാണ് കാർ വീണ്ടും മറിയാൻ തുടങ്ങിയത്. അങ്ങനെ മറിഞ്ഞ് അവസാനം ആ കൊക്കയുടെ അടിയിൽ വന്ന് ലാൻഡ് ചെയ്തു. ഇത്രയും വലിയ കൊക്കയിലേക്ക് മറിഞ്ഞിട്ടും തനിക്ക് യാതൊന്നും സംഭവിച്ചില്ലല്ലോ എന്നും വിചാരിച്ച് മാർവിൻ സന്തോഷിക്കുമ്പോഴാണ് ഒരു വലിയ പാറക്കല്ല് വന്ന് കാറിന് മുകളിൽ വീണ് കാറ് പപ്പടം പോലെ ആയത്. അതോടെ മാർവിന്റെ ബോധവും പോയി. അങ്ങനെ ബോധം പോയ മാർവിൻ ഒരു സ്വപ്നം കാണാൻ തുടങ്ങി. തന്നെ ഒരു ഗൊറില്ല വന്ന് കാറിനകത്തു നിന്നും പിടിച്ചുകൊണ്ട് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. ആ ഹോസ്പിറ്റലിൽ ആണെങ്കിൽ ഡോക്ടർ ഒഴികെ ബാക്കി എല്ലാവരും മൃഗങ്ങളായിരുന്നു. അങ്ങനെ ഗൊറില്ല മാർവിനെ ആ ഡോക്ടറിനെ ഏൽപ്പിക്കുന്നു. ആ ഡോക്ടർ തന്നെ ഓപ്പറേഷൻ ചെയ്യുന്നു. അങ്ങനെ കുറെ നേരം ആ സ്വപ്നം കണ്ട മാർവിൻ സ്വപ്നത്തിൽ നിന്നും ഉണർന്നു നോക്കുമ്പോൾ അതാ താൻ തന്റെ കാറിനടുത്ത് കിടക്കുന്നു. കാർ പപ്പടം പോലെ പൊടിഞ്ഞിട്ടും തനിക്ക് യാതൊരു പരിക്കും പറ്റിയിട്ടില്ല എന്ന് കണ്ട മാർവിൻ ഒരു കാറിന് ലിഫ്റ്റ് ചോദിച്ച് തന്റെ വീട്ടിലെത്തി. അങ്ങനെ വീട്ടിലേക്ക് പോകുമ്പോൾ അതാ അടുത്ത വീട്ടിലെ പട്ടി മാർവിനെ കടിക്കാനായി ഓടി വരുന്നു. മാർവിനെ കടിക്കാനായി ഓടി വന്ന പട്ടി മാർവിന്റെ അടുത്തെത്തിയതും എന്തോ കണ്ട് പേടിച്ച് തിരികെ ഒറ്റയോട്ടം. നമ്മുടെ മാർവിൻ ആണെങ്കിൽ പട്ടിക്ക് ഭ്രാന്തായി എന്നും വിചാരിച്ച് വീടിനകത്തേക്ക് പോയി. വീടിനകത്ത് വന്ന മാർവിൻ താൻ കഴിഞ്ഞ ദിവസം ഓർഡർ ചെയ്ത പാൽ വന്നിരിക്കുന്നത് കാണുന്നു. അങ്ങനെ ആ പാലിന്റെ പവർ ഒന്ന് പരീക്ഷിച്ച് കളയാം എന്നും വിചാരിച്ച് പാൽ കുടിക്കാനായി ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നു. എന്നാൽ ആ പാൽ വെള്ളം പോലെ ആയിരുന്നില്ല. അത് കട്ടിയായിട്ടായിരുന്നു ഇരുന്നത്. എന്ത് കുന്തമെങ്കിലും ആകട്ടെ, തനിക്ക് സ്റ്റാമിന കിട്ടിയാൽ മതി എന്നും പറഞ്ഞ് മാർവിൻ ആ പാല് കഴിച്ചു. അങ്ങനെ പാല് കുടിച്ച മാർവിൻ ജോഗിങ്ങിന് പോകുന്നതായി കാണിക്കുന്നു. മാർവിൻ ജോഗിങ്ങിന് പോകുമ്പോൾ ഒരാൾ അവിടെ കുതിരസവാരി നടത്തുന്നുണ്ടായിരുന്നു. നമ്മുടെ മാർവിൻ ഓടി ആ കുതിരയെ തോൽപ്പിച്ചു. അത് കണ്ട കുതിരക്കാരൻ കുതിരയുടെ സ്പീഡ് കൂട്ടി. എന്നാൽ കുതിരയുടെ സ്പീഡ് എത്ര കൂട്ടിയിട്ടും ആ കുതിരക്കാരന് മാർവിനെ തോൽപ്പിക്കാൻ സാധിച്ചില്ല. അപ്പോഴാണ് നായിക റിയന കുറെ പട്ടികളെയും കൂട്ടി അതുവഴി വരുന്നത്. നമ്മുടെ മാർവിനെ കണ്ടതും പട്ടികളെല്ലാം മാർവിന്റെ മുൻപിൽ വന്ന് ശാന്തമായി ഇരുന്നു. അത് കണ്ട നായികയ്ക്ക് അത്ഭുതമായി. നമ്മുടെ മാർവിൻ കിട്ടിയ അവസരം പാഴാക്കിയില്ല. അവൻ റിയാനയുമായി സംസാരിച്ച് കമ്പനിയായി. അങ്ങനെ അടുത്ത സീനിൽ മാർവിൻ തന്റെ കൂട്ടുകാരനായ മൈൽസിനെ കാണാനായി എയർപോർട്ടിലേക്ക് വരുന്നതായി കാണിക്കുന്നു. ആ എയർപോർട്ടിലാണ് കൂട്ടുകാരൻ മൈൽസ് ജോലി ചെയ്യുന്നത്. അവിടെ എത്തിയ മാർവിൻ കൂട്ടുകാരനുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ എവിടെയോ നിന്ന് ഡ്രഗ്സിന്റെ മണം വരുന്നുണ്ട് എന്നും പറഞ്ഞ് മാർവിൻ ഒരാളുടെ കാല് പിടിച്ച് കടിച്ചത്. അതിനുശേഷം അവനെ മണത്ത് ആ ഡ്രഗ്സ് കണ്ടെത്തുന്നു. അങ്ങനെ മാർവിൻ ആ നാട്ടിലെ ഒരു ഹീറോ ആയി മാറി. ആ ഡ്രഗ്സ് കണ്ടുപിടിച്ചതിനാൽ മാർവിന് അവൻ ആഗ്രഹിച്ചിരുന്ന പോലീസ് ജോലി കിട്ടി. അങ്ങനെ ആദ്യ ദിവസത്തെ പോലീസ് ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് ക്ഷീണത്തിൽ മാർവിൻ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരാൾ മാർവിൻ അടുത്ത് വന്നിട്ട്, ഞാനാണ് നിന്നെ ഇങ്ങനെയാക്കിയത്. അന്ന് നീ ആക്സിഡന്റ് ആയി കിടന്നപ്പോൾ ഞാനാണ് നിന്നെ ഓപ്പറേഷൻ ചെയ്ത് നിനക്ക് ഈ ശക്തിയെല്ലാം തന്നത് എന്ന് പറയുന്നു. എന്നാൽ മാർവിൻ, ഈ ശക്തി എനിക്ക് ടിവിയിലെ പരസ്യം കണ്ട് വാങ്ങിക്കുടിച്ച ഒരു പാലിൽ നിന്നും കിട്ടിയതാണ് എന്നും പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. എന്നാൽ ആ വന്നയാൾ നമ്മുടെ മാർവിനെ മയക്കുസൂചി വെച്ച് കുത്തുന്നു. അങ്ങനെ മയങ്ങിക്കിടന്ന മാർവിൻ ഉണർന്നു നോക്കുമ്പോൾ ഒരു കൊള്ളസങ്കേതം പോലെ തോന്നുന്ന ഒരു സ്ഥലത്തായിരുന്നു. അവിടെ മാർവിനെ കൊണ്ടുവന്ന ആ ആളും ഉണ്ടായിരുന്നു. അങ്ങനെ ഉറക്കത്തിൽ നിന്നും ഉണർന്ന മാർവിനോട് അയാൾ പറഞ്ഞു, എന്റെ പേര് വൈൽഡർ, ഞാൻ ഒരു ഡോക്ടറാണ്. അപ്പോൾ മാർവിൻ ചോദിച്ചു, ഞാനിപ്പോൾ എവിടെയാണ്? അപ്പോൾ ഡോക്ടർ വൈൽഡർ പറഞ്ഞു, പേടിക്കേണ്ട, അന്ന് ആക്സിഡന്റിൽ മരിക്കാൻ കിടന്ന നിന്നെ ഇവിടെ വെച്ചാണ് ഞാൻ ഓപ്പറേഷൻ ചെയ്ത് രക്ഷിച്ചത്. ഇതാണ് എന്റെ ആശുപത്രി. മാർവിൻ നോക്കുമ്പോൾ അവിടെ മുഴുവനും മൃഗങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അവൻ
അവയെ ഒന്നും കണ്ട് നീ പേടിക്കേണ്ട. നിനക്ക് വെച്ചിരിക്കുന്നത് ആ മൃഗങ്ങളുടെയൊക്കെ ആന്തരിക അവയവങ്ങളാണ്. മാർവിൻ ചോദിച്ചു. എന്ത്, മൃഗങ്ങളുടെ അവയവങ്ങളോ? അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അതെ, മരിക്കാറായി കിടന്ന് നിന്നെ രക്ഷിക്കാൻ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു. അതെല്ലാം കേട്ട് കിളിപ്പോയ മാർവിൻ, എന്റെ ജീവൻ രക്ഷിച്ചതിനു നന്ദി, ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇല്ല, നീ ഇവിടെ നിന്നും പോകാൻ പാടില്ല. നിന്നിലെ മനുഷ്യവാസനയെ ഇപ്പോൾ നിന്റെ ഉള്ളിലുള്ള മൃഗവാസന കീഴടക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതിനാൽ നീ പുറത്തു പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മാർവിൻ, ഇല്ല ഡോക്ടർ, എനിക്ക് പോകണം എന്നും പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. മാർവിൻ അവിടെ നിന്നും നേരെ പോയത് നായിക റിയനയുടെ അടുത്തേക്കായിരുന്നു. അവിടെ റിയനയുടെ വീടും ഒരു കാഴ്ച ബംഗ്ലാവ് പോലെ ധാരാളം മൃഗങ്ങൾ നിറഞ്ഞതായിരുന്നു. മാർവിനെ കണ്ടതും റിയന, ഞാനിപ്പോൾ വരാം എന്നും പറഞ്ഞ് വീടിനകത്തേക്ക് പോയി. ആ സമയം മാർവിൻ അവിടെ ഒരു അക്വേറിയം ഇരിക്കുന്നത് കാണുന്നു. ആ അക്വേറിയത്തിലെ മീനിനെ കണ്ടതും മാർവിൻ ആ മീനിനെ ആ അക്വേറിയത്തിനുള്ളിൽ തലയിട്ട് കടിച്ചു പിടിക്കുന്നു. അപ്പോഴാണ് അകത്തേക്ക് പോയ റിയന വന്നത്. അത് കണ്ട മാർവിൻ ആ മീൻ പുറത്തു ചാടാൻ നോക്കി, ഞാൻ അതിനെ തടഞ്ഞതാണ് എന്ന് പറയുന്നു. അപ്പോൾ റിയന, ശരി, താങ്ക്സ്, ഇപ്പോൾ അകത്തേക്ക് വരൂ എന്നും പറഞ്ഞ് നായകൻ മാർവിനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവിടെയുള്ള മൃഗങ്ങളെയും പക്ഷികളെയും എല്ലാം പരിചയപ്പെടുത്തുന്നു. അങ്ങനെ അവിടെയുള്ള ഒരു കിളിക്കുഞ്ഞിനെ കാണിച്ചുകൊണ്ട് റിയന പറഞ്ഞു, ഇതിന്റെ അച്ഛനും അമ്മയും മരിച്ചുപോയി. ഇതാണെങ്കിൽ ഫുഡൊന്നും കഴിക്കുന്നുമില്ല. അത് കേട്ട മാർവിൻ ആ കിളിക്കുഞ്ഞ് കരയുന്നത് പോലെ കരയുന്നു. എന്നിട്ട് പറഞ്ഞു, ഈ കിളിക്കുഞ്ഞ് സ്നേഹം കിട്ടാത്തതിനാലാണ് ഫുഡൊന്നും കഴിക്കാത്തത്. ആ കിളിക്കുഞ്ഞിന് വെച്ചിരുന്ന ഒരു മണ്ണിര എടുത്ത് അതിന്റെ അമ്മ ചെയ്യുന്നത് പോലെ വായിൽ വെച്ച് ചവച്ച് ആ കിളിക്കുഞ്ഞിന് മാർവിൻ കഴിക്കാൻ കൊടുക്കുന്നു. അതുവരെ കഴിക്കാതിരുന്ന ആ കിളിക്കുഞ്ഞ് ഉടൻ തന്നെ കഴിക്കാൻ തുടങ്ങി. അത് കണ്ട നായികയ്ക്ക് മാർവിനോട് ഒരു ഇഷ്ടം തോന്നുന്നു. അങ്ങനെ സീൻ അവിടെ നിന്നും കട്ടായി അടുത്ത ദിവസം രാവിലെ മാർവിൻ ഉണരുന്നതായി കാണിക്കുന്നു. എന്നാൽ അന്ന് രാത്രി മാർവിൻ കിടന്നുറങ്ങിയത് ഒരു ഇറച്ചിക്കടയിലായിരുന്നു. മാർവിൻ ഉണർന്നു നോക്കുമ്പോൾ അവിടെയുള്ള ഇറച്ചിയെല്ലാം ആരോ തിന്നു കാലിയാക്കിയിരുന്നു. ഒപ്പം മാർവിന്റെ വയറും വീർത്തു വലുതായിരുന്നു. അത് കണ്ടു പേടിച്ച മാർവിൻ വേറെ വഴിയൊന്നുമില്ലാതെ ഓടി അവനെ രക്ഷിച്ച ഡോക്ടറിന്റെ അടുത്തെത്തി. എന്നിട്ട് ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞു, ഡോക്ടർ, എനിക്ക് ചില സമയങ്ങളിൽ ഈ മൃഗവാസന അടക്കാൻ സാധിക്കുന്നില്ല. ഇതിനെന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരണം. എല്ലാം കേട്ടുകഴിഞ്ഞ ഡോക്ടർ പറഞ്ഞു, അതിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ. നിന്നിലെ മൃഗം ഉണരുന്നതിന് മുമ്പേ അതിന് എന്താണോ ആവശ്യം അത് നീ സാധിച്ചു കൊടുക്കണം. പിന്നെ അത് ഉണരില്ല. അത് കേട്ട് സന്തോഷമായ മാർവിൻ ഡോക്ടറിന് നന്ദിയും പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. അടുത്ത ദിവസം മാർവിൻ തന്റെ പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്നതായി കാണിക്കുന്നു. അപ്പോൾ മാർവിന്റെ ടീമിന്റെ ക്യാപ്റ്റൻ മാർവിന്റെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, നിനക്കിപ്പോൾ പോലീസ് ജോലി തന്നു എന്നും പറഞ്ഞ് നീ മുഴുവനായും ഒരു പോലീസുകാരൻ ആയിട്ടില്ല. അങ്ങനെ പോലീസുകാരൻ ആകണമെങ്കിൽ അടുത്ത തവണ നടക്കുന്ന ഫിസിക്കൽ ടെസ്റ്റിൽ നീ പാസ്സാകണം. നിന്നെ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സാക്കാനുള്ള ട്രെയിനിങ് ഇനി മുതൽ ഞാനാണ് തരുന്നത്. എന്റെ കൂടെ വരൂ എന്നും പറഞ്ഞ് മാർവിനെയും കൂട്ടി ക്യാപ്റ്റൻ പുറത്തേക്ക് പോകുന്നു. നമ്മുടെ മാർവിൻ ആണെങ്കിൽ തന്നിലെ മൃഗം ഉണരാതിരിക്കുന്നതിനായി കഴിക്കാനുള്ള ധാരാളം സാധനങ്ങളും എടുത്താണ് ക്യാപ്റ്റന്റെ കൂടെ പോയത്. അങ്ങനെ ക്യാപ്റ്റൻ മാർവിനെയും കൂട്ടി ഒരു മോഷണം നടന്ന സ്ഥലത്ത് എൻക്വയറിക്കായിട്ടാണ് കൂട്ടിക്കൊണ്ടുപോയത്. അവിടെ ഒരു കൃഷിക്കാരന്റെ ട്രാക്ടർ കാണാതെ പോയതായിരുന്നു കേസ്. ക്യാപ്റ്റൻ അവിടെ പോയി എൻക്വയറി നടത്തിക്കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ നായകനിലെ മൃഗം ഉണർന്നു. അവൻ അവിടെ ഉണ്ടായിരുന്ന ഒരു ആടിന്റെ അടുത്ത് ചെന്ന് അതിനെ ട്യൂൺ ചെയ്യാൻ നോക്കി. അങ്ങനെ ട്യൂൺ ചെയ്ത് നായകൻ ആടിന്റെ അന്യ സംസ്ഥാനത്ത് കേറിപ്പിടിച്ചതും ആട് മാർവിനെ അവിടെ നിന്നും ചവിട്ടിപ്പറപ്പിച്ചു. എന്തായാലും ഇത്തവണ നായകനിലെ മൃഗത്തെ ആ ആട് തന്നെ അടക്കിക്കൊടുത്തു. അങ്ങനെ അവിടെയുള്ള എൻക്വയറി കഴിഞ്ഞ് അവർ അടുത്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ നായിക റിയന കുറെ പട്ടികളുമായി നടന്നു വരുന്നത് ക്യാപ്റ്റൻ കാണുന്നത്. റിയനയെ കണ്ട് കൺട്രോൾ പോയ ക്യാപ്റ്റൻ അവളുടെ അടുത്ത് വണ്ടി നിർത്തി അവളെ പയ്യെ കറക്കിയെടുക്കാൻ നോക്കി. എന്നാൽ റിയന, എനിക്ക് ഓൾറെഡി ആളായി, ഇതാണെന്റെ ബോയ് ഫ്രണ്ട് എന്നും പറഞ്ഞ് മാർവിനെ കാണിച്ചു കൊടുക്കുന്നു. ഓൾറെഡി മാർവിന്റെ കൂടെ കലിപ്പിലായിരുന്ന ക്യാപ്റ്റൻ അതുകൂടി ആയപ്പോൾ തൃപ്തിയായി. അങ്ങനെ ക്യാപ്റ്റനും മാർവിനും കൂടി അടുത്ത സ്ഥലത്തേക്ക് പുറപ്പെട്ടു. ഇത്തവണ അവർ പോയത് അവിടെയുള്ള മേയറിന്റെ വീട്ടിലെ ഒരു പാർട്ടിക്കായിരുന്നു. അങ്ങനെ പാർട്ടി നടക്കുന്ന സ്ഥലത്തെത്തിയപ്പോൾ മാർവിനോട് പുറത്തു നിൽക്കാൻ പറഞ്ഞ് ക്യാപ്റ്റൻ പാർട്ടിക്ക് പോയി. മാർവിൻ അങ്ങനെ നിൽക്കുമ്പോഴാണ് മാർവിന്റെ അടുത്തേക്ക് ഒരു പൂച്ച വന്നത്. പൂച്ചയെ കണ്ടതും മാർവിന്റെ ഉള്ളിലെ മൃഗം ഉണർന്നു. ഉടൻ തന്നെ മാർവിൻ ആ പൂച്ചയെ ഓടിച്ചിട്ട് പിടിക്കാൻ തുടങ്ങി. അങ്ങനെ പൂച്ചയും ആയി അടിയുണ്ടാക്കിക്കൊണ്ടിരുന്ന മാർവിനെ പോലീസുകാർ
പോലീസുകാർ വന്ന് പിടിച്ചു മാറ്റുന്നു. അതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ക്യാപ്റ്റൻ മാർവിനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മാർവിൻ എന്തോ ശബ്ദം കേൾക്കുന്നു എന്നും പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന കുളത്തിലേക്ക് ഡോൾഫിനെ പോലെ എടുത്തു ചാടിയത്. കുളത്തിനകത്ത് മേയറിന്റെ മകൻ മുങ്ങിത്താഴുകയായിരുന്നു. മാർവിൻ മേയറിന്റെ മകനെ രക്ഷിച്ച് വീണ്ടും എല്ലാവരുടെയും മുമ്പിൽ ഹീറോ ആയി. അങ്ങനെ അടുത്ത സീനിൽ മാർവിനും നായിക റിയനയും കൂടി ഡേറ്റിംഗിന് ഒരു ബാറിൽ വരുന്നതായി കാണിക്കുന്നു. ബാറിൽ വന്ന റിയനയെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും സൈറ്റ് അടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ റിയനയും മാർവിനും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ബാറിലെ വെയിറ്റർ റിയനയുടെ അടുത്ത് വന്ന് അവളെ ട്യൂൺ ചെയ്യാൻ നോക്കി. അത് കണ്ട് മാർവിന്റെ ഉള്ളിലെ മൃഗം ഉണർന്നു. എന്നാൽ റിയനയുണ്ടായിരുന്നതിനാൽ മാർവിന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചതിനു ശേഷം അവർ പോകാൻ ഇറങ്ങിയപ്പോഴാണ് റിയനയെ വളയ്ക്കാൻ ശ്രമിച്ച വെയിറ്റർ പുറത്തുനിന്ന് സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്നത് മാർവിൻ കാണുന്നത്. അവനെ കണ്ടതും മാർവിൻ മുട്ടനാടിനെ പോലെ ഓടി വന്ന് ആ വെയിറ്ററിനെ തലകൊണ്ടിടിച്ച് അവിടെ നിന്നും പറപ്പിക്കുന്നു. അങ്ങനെ അടുത്ത ദിവസം രാവിലെ പോലീസ് സ്റ്റേഷൻ കാണിക്കുന്നു. അവിടെ ഒരാൾ കംപ്ലൈന്റ് കൊടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അത് ഒരു പശു ഫാമിന്റെ ഉടമസ്ഥൻ ആയിരുന്നു. അയാൾ പോലീസ് ചീഫിനോട് പറഞ്ഞു, സാർ, എന്റെ ഫാമിൽ ഇന്നലെ രാത്രി ഏതോ ഒരു വന്യജീവി കയറി 3-4 പശുക്കളെ കൊന്നുകളഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന ബാക്കി പശുക്കളെല്ലാം അത് കണ്ട് പേടിച്ച് അവിടെ നിന്നും ഓടിപ്പോയി. ഇതെല്ലാം കേട്ട് നമ്മുടെ മാർവിൻ പേടിക്കുന്നുണ്ടായിരുന്നു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ പോലീസ് ചീഫ് പറഞ്ഞു, ശരി, വിഷമിക്കാതിരിക്കൂ, ഞങ്ങൾ ഉടനെ തന്നെ പ്രശ്നം പരിഹരിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോയിക്കോളൂ എന്നും പറഞ്ഞ് ഫാമിന്റെ ഉടമസ്ഥനെ അവിടെ നിന്നും പറഞ്ഞു വിടുന്നു. അങ്ങനെ ഫാമിന്റെ ഉടമ പോയി കഴിഞ്ഞപ്പോൾ പോലീസ് ചീഫ് മാർവിനെ ചീഫിന്റെ റൂമിലേക്ക് വിളിച്ചു. മാർവിൻ ചീഫിന്റെ റൂമിലെത്തിയപ്പോൾ, ചീഫ്, നീ ഇപ്പോൾ വന്നയാൾ പറഞ്ഞത് കേട്ടിരിക്കുമല്ലോ, അതിൽ നിനക്കെന്തെങ്കിലും തുമ്പ് കിട്ടിയോ എന്ന് ചോദിച്ചു. മാർവിൻ പറഞ്ഞു, ഇല്ല സാർ. അതിനുശേഷം ചീഫ് അവിടെ ഇരുന്ന ഡോണറ്റ് മാർവിന് കഴിക്കാൻ കൊടുക്കുന്നു. മാർവിൻ ഡോണറ്റ് എടുത്ത് ആക്രാന്തത്തോടെ കഴിക്കാൻ തുടങ്ങി. അതിനുശേഷം ചീഫ് പറഞ്ഞു, ആ ഫാമിന്റെ ഉടമ അവന്റെ ഫാമിൽ നിന്നും ആരോ ഓടുന്നത് കണ്ടു. അയാൾ പറഞ്ഞ അടയാളങ്ങൾ വെച്ച് നമ്മുടെ പെയിന്റർ വരച്ചതാണ് എന്നും പറഞ്ഞ് ഒരു ഡ്രോയിങ് മാർവിനെ കാണിച്ചു. ആ ഡ്രോയിങ് കാണാൻ മാർവിനെ പോലെ തന്നെയായിരുന്നു. അതിനുശേഷം ചീഫ് മാർവിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നു. ആ സമയം മാർവിൻ ആണെങ്കിൽ ചീഫ് കൊടുത്ത ഡോണറ്റ് എല്ലാം കഴിച്ചതിനു ശേഷം പട്ടിയും പൂച്ചയും എല്ലാം ചെയ്യുന്നത് പോലെ ദേഹമെല്ലാം നക്കി തുടയ്ക്കുകയായിരുന്നു. അതും കൂടി കണ്ട ചീഫ് മാർവിനോട്, മാർവിൻ, ഈ കേസ് തീരുന്നതുവരെ നീ ലീവിൽ പോയിക്കോളൂ എന്ന് പറയുന്നു. അങ്ങനെ അടുത്ത സീനിൽ നായിക റിയന മാർവിനെ കാണുന്നതിനായി മാർവിന്റെ വീട്ടിലേക്ക് വരുന്നതായി കാണിക്കുന്നു. എന്നാൽ റിയന വന്ന് നോക്കുമ്പോൾ മാർവിന്റെ വീടിനകം മുഴുവനും പന്നിക്കൂടിനേക്കാൾ കഷ്ടമായിരുന്നു. അങ്ങനെ റിയന മാർവിനോട് എന്ത് പറ്റി എന്ന് ചോദിച്ചു. മാർവിൻ നടന്ന കാര്യങ്ങളെല്ലാം റിയനയോട് പറഞ്ഞു. അങ്ങനെ മാർവിൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ റിയന പറഞ്ഞു, അതിന് നീ ഇതുവരെ മനുഷ്യന്മാരെ ആരെയും ഉപദ്രവിച്ചിട്ടില്ലല്ലോ. അപ്പോൾ മാർവിൻ പറഞ്ഞു, ഇല്ല, രാത്രിയായാൽ ഞാൻ എന്താണ് ചെയ്യുക എന്ന് എനിക്ക് പോലും മനസ്സിലാകുന്നില്ല. ഇപ്പോൾ രാത്രിയാകാറായി, അതിനാൽ നീ ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല. നീ ഇവിടെ നിന്നും വേഗം പൊയ്ക്കോളൂ എന്ന് പറയുന്നു. അപ്പോൾ റിയേന പറഞ്ഞു, ഇല്ല, ഞാൻ ഇവിടെ നിന്നും എവിടെയും പോകില്ല. ഇന്ന് രാത്രി ഞാൻ ഇവിടെ തന്നെ നിൽക്കാൻ പോവുകയാണ്. അപ്പോൾ മാർവിൻ, ശരി, നീ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഈ കയറ് വെച്ച് എന്നെ കെട്ടിവെക്കൂ എന്നും പറഞ്ഞ് ഒരു കയറെടുത്ത് റിയേനയുടെ കയ്യിൽ കൊടുക്കുന്നു. ആ സമയം മറ്റൊരിടത്ത് ഒരു ഫോറസ്റ്റ് ഓഫീസറെ ഒരു മൃഗം വേട്ടയാടുന്നതായി കാണിക്കുന്നു. എന്നാൽ ആ മൃഗം എന്താണെന്ന് കാണിക്കുന്നില്ല. ആ സീനിനു ശേഷം വീണ്ടും മാർവിനെയും റിയനയെയും കാണിക്കുന്നു. അപ്പോൾ നേരം വെളുത്തിരുന്നു. റിയനയും മാർവിനും ഒരുമിച്ചായിരുന്നു അന്ന് രാത്രി കിടന്നുറങ്ങിയത്. മാർവിൻ ചോദിച്ചു, നീ എന്താ രാത്രിയിൽ എന്നെ കെട്ടിയിട്ടില്ലായിരുന്നോ? അപ്പോൾ റിയന പറഞ്ഞു, ഇല്ല, അതിന്റെ ആവശ്യം വന്നില്ല. അത് കേട്ടതും മാർവിൻ തലേദിവസം രാത്രിയിൽ പകുതിയിൽ ഉപേക്ഷിച്ചത് വീണ്ടും തുടങ്ങി. അപ്പോഴാണ് മാർവിന്റെ വീടിന് പുറത്ത് പോലീസുകാരും നാട്ടുകാരുമെല്ലാം വന്നത്. പോലീസുകാർ വന്ന് മാർവിനെ തോക്കുവെച്ച് വെടിവെക്കുന്നു. എന്നാൽ മാർവിൻ അവരുടെ അടുത്തു നിന്നും ചാടി അടുത്തുള്ള ഒരു കാട്ടിലേക്ക് രക്ഷപ്പെടുന്നു. ആ സമയം ടിവിയിൽ മാർവിനെ കുറിച്ചുള്ള വാർത്ത കാണിക്കുന്നു. മാർവിൻ ഒരു മൃഗമായി മാറിയെന്നും എല്ലാവരും സൂക്ഷിച്ചിരിക്കണമെന്നുമെല്ലാമായിരുന്നു ആ ന്യൂസില്. ആ ന്യൂസ് മാർവിന്റെ കൂട്ടുകാരായ ഫാറ്റിയും മൈൽസും കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ന്യൂസ് കേട്ട ഫാറ്റിയും മൈൽസും മാർവിൻ പോയ കാട്ടിലേക്ക് പോകുന്നു. ആ സമയം പോലീസുകാരും നാട്ടുകാരുമെല്ലാം മാർവിനെ പിടികൂടുന്നതിനായി ആ കാടിനകത്തേക്ക് തോക്കും വടിയുമെല്ലാം എടുത്ത് വേട്ടയ്ക്കിറങ്ങിയിരുന്നു. അങ്ങനെ
മാർവിൻ കാടിനകത്തുകൂടി ഓടിപ്പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എന്തോ മണം കിട്ടി അങ്ങനെ നിൽക്കുന്നു. അതിനുശേഷം അടുത്തുണ്ടായിരുന്ന ഒരു മരം പിടിച്ചു കുലുക്കുന്നു. അപ്പോഴതാ മരത്തിൽ നിന്നും മാർവിനെ അങ്ങനെയാക്കി മാറ്റിയ ഡോക്ടർ വൈൽഡർ താഴെ വീഴുന്നു. പേടിച്ചു പോയ വൈൽഡർ മാർവിനോട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കൂ മാർവിൻ, ഞാൻ ഒരു തെറ്റ് ചെയ്തു. മാർവിൻ ചോദിച്ചു, എന്ത് തെറ്റ്? അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിനക്ക് മൃഗങ്ങളുടെ അവയവങ്ങൾ വെച്ചതുപോലെ വേറെ ഒരാൾക്കു കൂടി ഞാൻ അങ്ങനെ അവയവങ്ങൾ മാറ്റിവെച്ചു. ഇപ്പോൾ നടക്കുന്നതിനെല്ലാം അതായിരിക്കും കാരണം എന്ന് തോന്നുന്നു. അതിനാൽ നമുക്ക് എത്രയും വേഗം അതിനെ കണ്ടെത്തണം എന്ന് പറയുന്നു. ആ സമയം നായകന്റെ കൂട്ടുകാരനായ വൈൽഡറിനെയും ഫാറ്റിയെയും കാണിക്കുന്നു. അവർ മാർവിനെയും തിരക്കി കാട്ടിലെത്തിയിരുന്നു. കൂട്ടുകാരിൽ ഒരാളായ ഫാറ്റിയാണെങ്കിൽ നടന്നു മടുത്തിരുന്നു. അത് കണ്ട മൈൽസ് പറഞ്ഞു, ഇതാണ് പറയുന്നത്, കുറച്ചൊക്കെ വലിച്ചു വാരി കഴിക്കണമെന്ന്. എന്നാൽ അത് കേട്ട ഫാറ്റി ശബ്ദമെല്ലാം മാറ്റി പേടിപ്പെടുത്തുന്ന രീതിയിൽ എനിക്ക് വിശക്കുന്നു എന്ന് പറയുന്നു. എന്നിട്ട് മൈൽസിനെ നോക്കി എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണം എന്ന് പറയുന്നു. ആ സമയം നായിക റിയനയെ കാണിക്കുന്നു. അവളും മാർവിനെ അന്വേഷിച്ച് കാട്ടിലെത്തിയിരുന്നു. എന്നാൽ അവൾ ചെന്നുപെട്ടത് പോലീസ് ചീഫിന്റെ മുമ്പിലാണ്. ചീഫ് പറഞ്ഞു, ഈ കാട്ടിലൂടെ ഇങ്ങനെ തനിച്ചു നടക്കാൻ പാടില്ല. എന്നാൽ അത് കേട്ട നായിക ചീഫിന്റെ അടുത്തു നിന്നും ഓടിപ്പോകുന്നു. ആ സമയം ഡോക്ടറിനെയും മാർവിനെയും കാണിക്കുന്നു. ഓടി വന്നുകൊണ്ടിരുന്ന ഡോക്ടർ അവിടെ ഒരു കമ്പിൽ തട്ടി വീഴുന്നു. അത് കണ്ട് സഹായിക്കാൻ പോയ മാർവിനോട് ഡോക്ടർ പറഞ്ഞു, വേണ്ട, എന്നെ നോക്കണ്ട, നീ വേഗം പോയി അതിനെ കണ്ടുപിടിക്കൂ. അത് കേട്ട മാർവിൻ അവിടെ നിന്നും പോകുന്നു. അപ്പോൾ ഡോക്ടർ തന്റെ ഷൂ അഴിച്ചു മാറ്റുന്നു. നോക്കുമ്പോൾ ഡോക്ടറിന്റെ കാലിലെ നഖമെല്ലാം മൃഗങ്ങളുടേതുപോലെ വളർന്നിരുന്നു. അങ്ങനെ അവിടെ നിന്നും ഓടിപ്പോയിക്കൊണ്ടിരുന്ന മാർവിൻ ആരോ ഇറച്ചി ചുട്ടു തിന്നുന്നതിനായി കമ്പിൽ കുത്തിവെച്ചിരിക്കുന്നതായി കാണുന്നു. അത് കണ്ട മാർവിൻ തന്റെ ഓട്ടം നിർത്തി അത് കഴിക്കാനായി അതിന്റെ അടുത്തേക്ക് പോകുന്നു. എന്നാൽ അത് നമ്മുടെ പോലീസ് ക്യാപ്റ്റന്റെ കെണിയായിരുന്നു. ഇറച്ചി കഴിക്കാനെത്തിയ മാർവിനെ പോലീസ് ക്യാപ്റ്റൻ വെടിവെക്കുന്നു. എന്നാൽ നമ്മുടെ മാർവിൻ അവിടെ നിന്നും മരത്തിലെല്ലാം ചാടി രക്ഷപ്പെടുന്നു. ആ സമയം മാർവിന്റെ കൂട്ടുകാരൻ വിശക്കുന്നു, കഴിക്കാൻ വേണം എന്ന് പറഞ്ഞ് ഫാറ്റിയെ കാണിക്കുന്നു. അവന്റെ മുഖവും വായിലുമെല്ലാം നിറയെ ചോരയായിരുന്നു. എന്നാൽ അത് ശരിക്കുള്ള ചോരയായിരുന്നില്ല. അവൻ ഒരു പഴം കഴിക്കുകയായിരുന്നു. ആ പഴത്തിന്റെ കളർ ആയിരുന്നു അവന്റെ വായിൽ മുഴുവൻ. അപ്പോഴാണ് അവർ പോലീസ് ക്യാപ്റ്റൻ വെടിവെക്കുന്ന ശബ്ദം കേട്ടത്. അങ്ങനെ നമ്മുടെ മാർവിൻ പോലീസ് ക്യാപ്റ്റന്റെ മുൻപിൽ നിന്നും മരത്തിലെല്ലാം ചാടി രക്ഷപ്പെട്ടു. എന്നാൽ പോലീസ് ക്യാപ്റ്റനും വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ക്യാപ്റ്റൻ മോൺസ്റ്റർ ട്രക്ക് എടുത്ത് മാർവിനെ പിടിക്കാനായി വന്നു. എന്നാൽ മാർവിൻ പുള്ളിപ്പുലിയേക്കാൾ വേഗത്തിലാണ് ഓടിയത്. അങ്ങനെ മാർവിനെ പിടിക്കാൻ വന്ന ക്യാപ്റ്റന്റെ വണ്ടി ഒരു മരക്കുറ്റിയിൽ ഇടിച്ചു മറിയുന്നു. എന്നിട്ടും നമ്മുടെ ക്യാപ്റ്റൻ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ക്യാപ്റ്റൻ വണ്ടി ഉപേക്ഷിച്ച് തോക്കുമെടുത്ത് പുറകെ ഓടി. അത് കണ്ട മാർവിൻ അവിടെയുണ്ടായിരുന്ന ഒരു വലിയ കിടങ്ങ് ചാടി അക്കരെയെത്തി. അത് കണ്ട ക്യാപ്റ്റൻ മാർവിന്റെ കൂടെ ചാടി. എന്നാൽ അക്കരെയെത്താൻ ക്യാപ്റ്റന് കഴിഞ്ഞില്ല. ഭാഗ്യത്തിന് ക്യാപ്റ്റൻ ഒരു ചെറിയ മരത്തിന്റെ വേരിൽ പിടുത്തം കിട്ടി. അത് കണ്ട മാർവിൻ തിരികെ വന്ന് പോലീസ് ക്യാപ്റ്റനെ അവിടെ നിന്നും രക്ഷിച്ച് മുകളിലെത്തിച്ചു. ക്യാപ്റ്റൻ ചോദിച്ചു, നീ എന്തിനാണ് രക്ഷപ്പെടാതെ എന്നെ രക്ഷിച്ചത്? അപ്പോൾ മാർവിൻ പറഞ്ഞു, ഒരാൾ അപകടത്തിൽ പെടുമ്പോൾ രക്ഷിക്കാതിരിക്കാൻ ഞാൻ മൃഗമൊന്നുമല്ല. അപ്പോൾ ക്യാപ്റ്റൻ പറഞ്ഞു, എന്നോട് ക്ഷമിക്കൂ മാർവിൻ, എനിക്ക് എന്റെ ജോലി ചെയ്യണം എന്നും പറഞ്ഞ് മാർവിന് നേരെ തോക്കെടുത്ത് ചൂണ്ടുന്നു. ആ സമയം മരത്തിനു മുകളിൽ നിന്നും ഒരു മൃഗം പോലീസ് ക്യാപ്റ്റനെ ആക്രമിക്കുന്നു. അത് കണ്ട മാർവിൻ ചോദിച്ചു, നീയാണോ ഡോക്ടർ പറഞ്ഞ ആ മൃഗം? അതാരാണെന്നറിയാൻ നോക്കുമ്പോൾ അത് ഈ സിനിമയിലെ നായിക റിയനയായിരുന്നു. മാർവിൻ ചോദിച്ചു, നീയായിരുന്നോ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത്? അപ്പോൾ റിയന പറഞ്ഞു, അതെ, നിന്നെ ഇങ്ങനെയാക്കിയ അതേ ഡോക്ടർ തന്നെയാണ് എന്നെയും ഇങ്ങനെയാക്കിയത്. നമ്മൾ ഒരുമിച്ച് ജീവിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളെ നമുക്കിപ്പോൾ ഉള്ളൂ എന്ന് പറഞ്ഞു. അവർ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആയല്ലോ എന്ന് പറഞ്ഞ് സന്തോഷിച്ചിരിക്കുമ്പോഴാണ് നാട്ടുകാരും പോലീസുകാരും അവിടെ എത്തി അവരെ വളഞ്ഞത്. അവരെല്ലാവരും, നിന്നെ കൊണ്ട് ഞങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടി മാർവിൻ, നീ ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല, നിന്നെ ഞങ്ങൾ കൊല്ലാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ മാർവിൻ പറഞ്ഞു, ഞങ്ങളെ ഒന്നും ചെയ്യരുത്, ഞാൻ മൃഗമൊന്നുമല്ല, ഞങ്ങളെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ പോലീസ് ചീഫ് ചോദിച്ചു, നീ അല്ലെങ്കിൽ പിന്നെ ആരാണ് ആ മൃഗം? ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന മാർവിന്റെ കൂട്ടുകാരൻ കറുത്ത വർഗക്കാരൻ മൈൽസ് പറഞ്ഞു, ഞാൻ പറയാം, ഞാനാണ് ആ മൃഗം. ഇപ്പോൾ നടന്ന പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഞാനാണ്, എല്ലാം ചെയ്തത് ഞാനാണ്, എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എന്ന് പറയുന്നു. അപ്പോൾ നാട്ടുകാർ പറഞ്ഞു, നീയോ? എങ്കിൽ ഇത്തവണ
ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. അപ്പോൾ മൈൽസ് ചോദിച്ചു, അതെന്താ? അപ്പോൾ അവരെല്ലാവരും പറഞ്ഞു, അതിന് നീ ചെയ്തത് അത്ര വലിയ തെറ്റൊന്നും അല്ലല്ലോ, അതിനാൽ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്നും പറഞ്ഞ് എല്ലാവരും അവിടെ നിന്നും പോകുന്നു. അവർ അങ്ങനെ പറയാൻ കാരണമെന്തെന്നാൽ മൈൽസ് ഒരു കറുത്തവർഗക്കാരൻ ആയതിനാലാണ്. കറുത്തവർഗക്കാരെ ഉപദ്രവിച്ചാൽ ആ നാട്ടിൽ വലിയ ശിക്ഷയായിരുന്നു. അതിനാലാണ് അവർ അങ്ങനെ പറഞ്ഞത്. അതിനുശേഷം ഒരു വർഷത്തിനു ശേഷം കാണിക്കുന്നു. ഇപ്പോൾ റിയനയ്ക്കും മാർവിനും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ മാർവിന്റെ മുമ്പിലൂടെ ഒരു ആട് പോകുന്നതായി കാണിക്കുന്നു. അത് കണ്ട മാർവിൻ ആ ആടിനെ നോക്കി സൈറ്റ് അടിക്കുന്നതായി കാണിക്കുമ്പോൾ ഈ സിനിമ അവസാനിക്കുന്നു. കൂട്ടുകാർക്കെല്ലാവർക്കും ഈ വീഡിയോ വളരെയധികം ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. കൂട്ടുകാർക്കാർക്കെങ്കിലും ഏതെങ്കിലും സിനിമയുടെ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഈ സിനിമയുടെ ലിങ്ക് വേണ്ടവർ ടെലഗ്രാമിലെ ഞങ്ങളുടെ ചാനലായ മനു മൂവീസ് എന്ന ചാനലിൽ ജോയിൻ ചെയ്യുക. വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.